യേശു ക്രിസ്തു എല്ലാരിലും അത്യുന്നതൻ, ദേവാദി ദേവന്മാരിൽ ദൈവമവൻ. യേശു ക്രിസ്തു എല്ലാരിലും അത്യുന്നതൻ, ദേവാദി ദേവന്മാരിൽ ദൈവമവൻ. അവനായെല്ലാം ചമച്ചുവല്ലോ, അവനാലെല്ലാം നടത്തിടുന്നു, അവനായെല്ലാം ചമച്ചുവല്ലോ, അവനാലെല്ലാം നടത്തിടുന്നു. യേശു ക്രിസ്തു എല്ലാരിലും അത്യുന്നതൻ, ദേവാദി ദേവന്മാരിൽ ദൈവമവൻ. യേശു ക്രിസ്തു എല്ലാരിലും അത്യുന്നതൻ, ദേവാദി ദേവന്മാരിൽ ദൈവമവൻ. സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലിയേകാൻ യേശു നമ്മെ പഠിപ്പിച്ചു, അത് യേശു തന്നെ ചെയ്തുവല്ലോ. സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലിയേകാൻ യേശു നമ്മെ പഠിപ്പിച്ചു, അത് യേശു തന്നെ ചെയ്തുവല്ലോ. സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാൻ യേശു നമ്മോട് അരുൾ ചെയ്തു. സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാൻ യേശു നമ്മോട് അരുൾ ചെയ്തു. യേശു ക്രിസ്തു എല്ലാരിലും അത്യുന്നതൻ, ദേവാദി ദേവന്മാരിൽ ദൈവമവൻ. യേശു ക്രിസ്തു ആദ്യമായി നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ യേശുനാഥൻ പഠിപ്പിച്ചു. ആദ്യമായി നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ യേശുനാഥൻ പഠിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്കായി സ്വർഗ്ഗപിതാവ് സർവ്വവും ഒരുക്കിടുമേ. അപ്പോൾ നിങ്ങൾക്കായി സ്വർഗ്ഗപിതാവ് സർവ്വവും ഒരുക്കിടുമേ. യേശു ക്രിസ്തു എല്ലാരിലും അത്യുന്നതൻ, ദേവാദി ദേവന്മാരിൽ ദൈവമവൻ. യേശു ക്രിസ്തു. ലോർഡ്, യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ. ഇന്നത്തെ വിഷയം യുവതി യുവാക്കൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. കർത്താവായ യേശു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ദൈവമക്കളാണ് യുവതി യുവാക്കൾ. അവർ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവപിതാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യേശുവിൻ്റെ സത്യമായ വചനത്തിലൂടെ നമുക്ക് കേൾക്കാം. സങ്കീർത്തനം 119:9 ഇങ്ങനെ പറയുന്നു: യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി അവരുടെ മാർഗം, അവരുടെ ജീവിതത്തിൻ്റെ മാർഗം, തൊഴിൽ മേഖലയാകട്ടെ, അവർ വ്യാപരിക്കുന്ന മേഖലയായിക്കോട്ടെ, പഠന മേഖലയാകട്ടെ, മറ്റ് ഭക്തപരമായ മേഖലയായിക്കോട്ടെ, ഏതു മേഖലയും
എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. അതൊരു ചോദ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ തുടർന്ന് പറയുവാണ്, ദൈവമേ അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. എല്ലാ മാർഗങ്ങളും, മുൻ പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ വചനത്തിന് അടിസ്ഥാനമായിട്ടായിരിക്കണം ചെയ്യേണ്ടത് എന്നാണ് സങ്കീർത്തകൻ നമ്മളോട് പറയുന്നത്. തുടർന്ന് വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ശിഷ്യനായ തിമോത്തിയോട് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1-2 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നിന്നേക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുത്. അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക. അപ്പോൾ ഇത് യുവാക്കളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മേക്കാൾ പ്രായം കൂടുതലുള്ളവരെ ശകാരിക്കരുത്. പല യുവാക്കൾക്കും തൻ്റെ മാതാപിതാക്കന്മാരെ ഒന്നും അവർ മൈൻഡ് ചെയ്യാറില്ല. അവർ പറയുന്നതൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ തിരിച്ചവരോട് ശകാരിക്കും. അത് പാടില്ല എന്നാണ് പൗലോസ്ലീഹ തിമോത്തിയോട് പറയുന്നത്. നിന്നേക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുത്. അവർ നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. നമ്മളത് തിന്മയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരെ എതിർത്ത് നമ്മൾ ശകാരിക്കും. അത് പാടില്ലെന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. തുടർന്ന് പറയുവാണ്, അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെയും സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. യുവാക്കളായ സഹോദരങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? പിതാവിനെ പോലെ ആയിരിക്കണം പ്രായമുള്ളവരോട് പെരുമാറേണ്ടത്. യുവാക്കന്മാരായ മറ്റ് സുഹൃത്തുക്കളോട് സഹോദരന്മാരെ പോലെ പെരുമാറണം. സഹോദരങ്ങൾ മിക്കവരും തമ്മിൽ വഴക്കും പ്രശ്നങ്ങളുമാണ്. എങ്കിലും പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരോട്, നമ്മൾ ഇണക്കമുള്ള സഹോദരന്മാരോട് ആയിരിക്കും അതേപോലെ ആയിരിക്കണം നമ്മൾ മറ്റ് യുവാക്കന്മാരോട് പെരുമാറേണ്ടത്. പിന്നെ പറയുവാണ്, പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും. പ്രായം ചെന്ന സ്ത്രീകളെ കാണുമ്പോൾ പല യുവാക്കൾക്കും ഒരവജ്ഞയാണ്. ഇവർക്കൊന്നും അറിയില്ല, ഇവർക്ക് എന്ത് എന്നുള്ളൊരു മനോഭാവം. അങ്ങനെ ആകരുത്. അവരോട് നമ്മൾ സ്വന്തം അമ്മയെപ്പോലെ കരുതിക്കൊണ്ട് വേണം പെരുമാറാനെന്ന്. യുവതികളെ നിർമ്മലതയോടെ, യുവതികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരിമാരെ പോലെ തന്നെ മനസ്സിലാക്കണം നമ്മൾ. അല്ലാതെ കാണുന്ന സ്ത്രീകളെല്ലാം നൈർമല്യമില്ലാതെ. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത്, നിർമ്മലതയോടെ വേണം അവരോട് പെരുമാറാനെന്ന്, അവരെ പരിഗണിക്കണമെന്ന്. സ്വന്തം സഹോദരിമാരോട് നമ്മളെങ്ങനെ ഇണങ്ങി കഴിയുന്നു, അതേപോലെ നൈർമല്യമുള്ളൊരു ഹൃദയത്തോടെ, കളങ്കമേശാത്തൊരു ഹൃദയത്തോടെ ആയിരിക്കണം മറ്റ് സഹോദരിമാരായ യുവതികളെ കാണേണ്ടത് എന്നാണ് തിമോത്തിയോസിനോട് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. ഇനി യുവതികളോട് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 8 മുതൽ 11 വരെയാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് പുരുഷന്മാരായ യുവാക്കളോട് പറഞ്ഞിരിക്കുന്നതാണ്. തുടർന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. പിന്നിയ മുടിയോ സ്വർണമോ രത്നങ്ങളോ വിലയേറിയ ഉടയാടകളോ അണിഞ്ഞ് തങ്ങളെ തന്നെ അലങ്കരിക്കരുത്. ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം സൽപ്രവർത്തികൾ കൊണ്ട് അവർ സമലംകൃതരായിരിക്കട്ടെ. സ്ത്രീ നിശബ്ദമായും വിധേയത്വത്തോടും കൂടെയും പഠിക്കട്ടെ. അപ്പോൾ പൗലോസ്ലീഹ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞതായ കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്യണം. ഈ കാലയളവിലുള്ളതായ ഏറ്റവും വലിയൊരു പ്രശ്നം അതുതന്നെയാണ്. വിനയമുള്ളതായ വസ്ത്രധാരണം, വിവേകത്തോടു കൂടിയുള്ള വസ്ത്രധാരണം ഇന്ന് വളരെ കുറവാണ്.
വിവേകം എന്ന് പറയുമ്പോൾ അവിടെ ഒരു അർത്ഥം വരുന്നത് നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ളൊരു കഴിവാണ് വിവേകം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് തിന്മ തോന്നാത്ത വിധം ആയിരിക്കണം നമ്മുടെ യുവതികളുടെ വസ്ത്രധാരണം. പ്രലോഭന ഹേതുവാകരുത്. കർത്താവായ യേശു പറയുന്നുണ്ട്, പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. പ്രലോഭനം നിമിത്തം ലോകത്തിന് ദുരിതം, പ്രലോഭന ഹേതുവാകുന്നവനും ദുരിതം. അപ്പോൾ നമ്മൾ യുവതിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യുവാക്കന്മാർക്ക് പ്രലോഭന ഹേതുവാകുന്ന തരത്തിൽ വസ്ത്രധാരണം ചെയ്യരുത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് പല വിധത്തിലുള്ള റേപ്പിങ്ങും മറ്റതേപോലുള്ള സ്ത്രീകളുടെ നേരെയുള്ള ആക്രമണങ്ങൾ മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ. അതിനെക്കുറിച്ച് ഇതിന് പ്രതിയായ വ്യക്തികളോട് നമ്മൾ ഒരു കൗൺസിലിങ്ങിലൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നമ്മൾ ശരിക്കും തുറന്ന് പരിശോധിച്ചാൽ അവർക്ക് പറയാനുള്ളത് ഈ സഹോദരിമാരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. മോശമായ രീതിയിലുള്ള വസ്ത്രധാരണം അതാണ് പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത്. സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് നടന്നാൽ അനാവശ്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ നമുക്ക് നോക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ്യ പറയുന്നത്, സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്യുക എന്ന്. പിന്നിയ മുടിയോ സ്വർണമോ രത്നങ്ങളോ വിലയേറിയ ഉടയാടകളോ അണിഞ്ഞ് തങ്ങളെ തന്നെ അലങ്കരിക്കരുത്. പലപ്പോഴും സംഭവിക്കുന്നത് അതാണ്, സ്ത്രീജനങ്ങൾക്ക് സംഭവിക്കുന്നത് അതാണ്. തന്നെ തന്നെ അലങ്കരിക്കുന്നൊരവസ്ഥ വിഗ്രഹാരാധനയുടെ ഒരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് പലപ്പോഴും സഹോദരിമാർ മാറിപ്പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വിഗ്രഹാരാധന എന്ന് പറയുന്നത് സ്വയം പൂജിക്കുന്ന അവസ്ഥ, അതൊരു വിഗ്രഹാരാധനയാണ്. സ്വയം പൂജ, സ്വയം പൊങ്ങച്ചം കാണിച്ച് നടക്കുക, മുഖത്ത് ഒരുപാട് പെയിൻറ്റ് പോലുള്ളതായ പൗഡറും കണ്ണെഴുത്ത് പൊട്ടുതൊടൽ അതുപോലെയുള്ള മുടി കൊണ്ടുള്ള അലങ്കാരപ്പണികൾ മറ്റതുപോലുള്ള വസ്ത്രങ്ങൾ തന്നെ പല വിധത്തിലുള്ള മറ്റുള്ളവർക്ക് ആകർഷണം തോന്നത്തക്ക രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി തന്നെ ഒരുങ്ങി പുറപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രധാരണം, അതുപോലെ തന്നെ മേക്കപ്പ് മുതലായ കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. വിലയേറിയ ഉടയാടകളോ സ്വർണമോ രത്നങ്ങളോ ഒക്കെ അണിഞ്ഞ് ഒരുങ്ങി വരുന്ന ചില സ്വഭാവമുള്ള വ്യക്തികളുണ്ട്. അത് ചില വ്യക്തികൾക്ക് പ്രായമായാലും ഉണ്ട്. ചിലപ്പോൾ ചെറുപ്പക്കാർ കുട്ടികൾ ചിലപ്പോൾ സ്വർണമോ രത്നമോ അതുപോലുള്ളതായ മറ്റുള്ളവർക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റിയ വിധത്തിൽ ഒരു മാനസികമായ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ മാനസിക സംതൃപ്തി നമ്മൾ നോക്കുമ്പോൾ വളരെയേറെ അധികം അതിൻ്റെ പിന്നിൽ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള കനിയാണ്. നമുക്ക് തോന്നും, ഒരു വിധത്തിൽ തോന്നും അത് നന്മയായിട്ട്, പക്ഷെ അതിൻ്റെ പുറകിൽ ഭയാനകമായൊരു തിന്മ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം, കനി. അതാണ് ഹൗവ അമ്മ എടുത്ത് ഭക്ഷിച്ചത്. അത് തന്നെയാണ് ഇപ്പോഴത്തെ സഹോദരിമാരും എടുത്ത് ഭക്ഷിക്കുന്നതെന്ന് എനിക്ക് യഥാർത്ഥത്തിൽ സംശയമല്ല, തോന്നിപ്പോയിട്ടുണ്ട്. അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹൗവ അമ്മ ചെയ്തത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും പാപത്തിൽ വീണുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെതായ കനിയാകുന്ന ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള കനി ഭക്ഷിക്കാൻ അവർക്ക് സമയമില്ല, താല്പര്യമില്ല. അതിനോട് അവർ അശ്രദ്ധ കാണിക്കുന്നു. അതിൻ്റെ പിന്നാലെ അവർക്ക് പോകാൻ നേരമില്ല. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അവർ അന്വേഷിക്കുന്നില്ല. അതിനു പകരം ഇങ്ങനെയുള്ളതായ അലങ്കാരപ്പണികളും ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ജീവിത രീതിയും മറ്റുള്ളവരെ ആകർഷിക്കാനും വശീകരിക്കാനും വേണ്ടിയിട്ടുള്ള വസ്ത്രധാരണവും അതെല്ലാം വളരെ മോശമാണ് സഹോദരിമാർ. സഹോദരന്മാർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ വളരെ മോശമായ ഒരു പ്രോത്സാഹനമാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് രണ്ട് വിഭാഗക്കാരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. തുടർന്ന് പൗലോസ്ലീഹ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം, അവിടെ പറയുന്നതാണ് ദൈവഭയമുള്ള സ്ത്രീകൾ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ സാറായെ പ്രതിപാദിക്കുന്നത് അങ്ങനെ 18 അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്.
ദൈവം പറഞ്ഞപ്പോൾ ഇല്ല നീ ചിരിച്ച് എന്ന് ദൈവം അവളുടെ ഉള്ളിൽ മനസ്സിലാക്കിക്കൊണ്ട് ദൈവമായ കർത്താവ് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് സാറായിക്ക് ദൈവഭയം ഉണ്ടായി. ഇല്ല ഞാൻ ചിരിച്ചില്ല ദൈവമേ എന്ന് അവൾ പറഞ്ഞു. പക്ഷേ അവളുടെ ദൈവഭയം കൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു. വാസ്തവത്തിൽ അവൾ ചിരിച്ചതാണ്. അപ്പോൾ അവളിലുണ്ടായതായ ആ ദൈവഭയം ഇന്നത്തെ സഹോദരിമാർക്കുണ്ടോ? പരിശുദ്ധ അമ്മ ദൈവഭയത്തോടുകൂടി ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നു, മറിയമേ നീ ഭയപ്പെടേണ്ട, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവഹിക്കും എന്ന് പറഞ്ഞ് ആ ദൈവഭയത്തെ അവിടെ ആശ്വസിപ്പിക്കുകയും ആ ദൈവഭയം ദൈവസ്നേഹമായിട്ട് മാറി ദൈവവചനത്തിൻ്റെ ആ പൂർത്തീകരണം അവിടെ രൂപം കൊണ്ട് കർത്താവായ യേശു അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ഈ ലോകത്തിന് അമ്മയ്ക്ക് യേശുവിനെ നൽകാൻ സാധിച്ചു. അപ്പോൾ ദൈവഭയം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന പൗലോസ്യ പറയുന്നത്? ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം, അപ്പോൾ സാറായും പരിശുദ്ധ അമ്മയും അതേപോലെയുള്ള ഭക്തസ്ത്രീകളും അവർക്ക് യോജിച്ച വിധം സൽപ്രവൃത്തികൾ കൊണ്ട് അവർ സമലംകൃതരായിരിക്കട്ടെ. സൽപ്രവൃത്തികൾ ഉണ്ടാകണം. അല്ലാതെ നമുക്ക് കണ്ണി കാണുന്നതായ പ്രവർത്തനങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിന് നമ്മൾ ആദ്യം പഠിച്ച് കർത്താവിൻ്റെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ സൽപ്രവൃത്തികൾ, നമ്മുടെ മാർഗം. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അതുപോലെ യുവതി തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? എങ്ങനെയാണ്? കർത്താവിൻ്റെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുത്ത് നമ്മൾ കയ്യാളി അത് നല്ലതാണ്, അത് നന്മയാണ് എന്ന് പറഞ്ഞെടുത്താൽ അതിൻ്റെ പിന്നിലൊരു തിന്മ ഒളിഞ്ഞിരിപ്പുണ്ടാവും. ആ തിന്മ നമ്മൾ കാണില്ല. അതിൽ നിന്നുള്ള ഒരു തിക്ത അനുഭവം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ഒയ്യോ ദൈവമേ ചതിച്ചല്ലോ, ദൈവമല്ല ചതിച്ചത്, നമ്മളെ തന്നെ ചതിയിൽ വീഴ്ത്തുവാണ്. സാത്താൻ എപ്പോഴും നമ്മളെ ചതിയിൽ വീഴ്ത്താൻ ഒളിഞ്ഞും പതിഞ്ഞുമൊക്കെ അവൻ നടക്കുകയാണ്. പത്രോസ്യ പറയുന്നുണ്ട്, ആരെ വിഴുങ്ങണമെന്ന് ഓർത്ത് അവൻ ഓടി നടക്കുകയാണ്. അപ്പോൾ അവൻ്റെ കെണിയിൽ വീഴാതിരിക്കാൻ നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തുടർന്ന് പറയുവാണ്, സ്ത്രീ നിശബ്ദമായും വിധേയത്വത്തോടും കൂടെയും പഠിക്കട്ടെ. എന്ത് പഠിക്കട്ടെ? ദൈവത്തിൻ്റെ വചനം പഠിക്കട്ടെ. നിശബ്ദത എപ്പോഴും സ്ത്രീകൾക്ക് അനിവാര്യമാണ്. പലപ്പോഴും പല സ്ത്രീകളെയും ശ്രദ്ധിച്ചു നോക്കും, വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. സ്ത്രീകൾ തമ്മിൽ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര സംസാരമാണ്, എല്ലാത്തിനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് വളരെയേറെ അപകടം ഉണ്ടാക്കും. കുടുംബത്തിലെ രഹസ്യങ്ങളും കുടുംബത്തിലുള്ള സംഗതികളെല്ലാം പരസ്പരം പങ്കുവെച്ച് കുടുംബകലഹം വരെ ഉണ്ടാകാറുണ്ട്. ആവശ്യമില്ലാത്ത കലഹങ്ങളും ഭിന്നതകളും അതുവഴി രൂപീകരിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണത്? അടക്കമില്ലായ്മ കൊണ്ട്. നാട്ടിലൊരു ചൊല്ലുണ്ട്, അടക്കത്തിന് 1000 പവൻ വിലയെന്ന്, അഴിച്ചു വിട്ടാൽ കാൽ കാശിന് ഗുണമില്ലെന്ന്. അപ്പോൾ അച്ചടക്കം അത്യാവശ്യമാണ് സ്ത്രീകൾക്ക്. നിശബ്ദയായിരിക്കട്ടെ എന്ന് പൗലോസ്യ പറഞ്ഞത് അതുകൊണ്ട് തന്നെ. തുടർന്ന് പറയുന്നുണ്ട്, വിധേയത്വത്തോടും കൂടി, നിശബ്ദതയോടും വിധേയത്വത്തോടും. വിധേയത്വം മീൻസ് ഒബേഡിയൻസ്, അനുസരണമുള്ള അവസ്ഥ. അനുസരണ ഉള്ള വ്യക്തിയായിട്ട് ഇരുന്നുകൊണ്ട് പഠിക്കട്ടെ. അപ്പോൾ കുടുംബത്തിനും നാടിനുമെല്ലാം ഐശ്വര്യം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കും. ഏത് കുടുംബത്തിലെ സ്ത്രീയാണോ ആ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാവും. സ്ത്രീ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ വിളക്കായി മാറാൻ ശ്രമിക്കണം. ദൈവവചനം കൈയാളുന്ന സ്ത്രീകളാണെങ്കിൽ അവർ കുടുംബത്തിൻ്റെ വിളക്കായിട്ട് മാറും. അവരിയ്ക്കുന്നിടം ഐശ്വര്യം നിറയും. ഒരുപാട് അനുഭവങ്ങളുള്ള സ്ത്രീകളെക്കുറിച്ച് എനിക്കറിയാം. അത്തരത്തിലുള്ള സ്ത്രീകളെക്കുറിച്ച് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ആധികാരികമായിട്ട് പറയുന്നത്. ദൈവവചനവുമായി അടുത്ത് ജീവിക്കുന്ന വ്യക്തികൾ ജീവിക്കുന്ന സ്ഥലത്ത് അതിൻ്റെതായ ഐശ്വര്യം ദൈവം കൊടുക്കും. ആത്മീയമായിട്ടും ലൗകികമായിട്ടും ഒരുപാട് ഉയർച്ച ദൈവം നൽകും. അതല്ല ഈ മുൻ പറഞ്ഞതുപോലെ എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട്, മുൻപറഞ്ഞ ദൈവികമായ ഉപദേശങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട്, വചനത്തെ അവഗണിച്ചുകൊണ്ട് നീങ്ങുന്നവിടെ എല്ലാം ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളും മുൻ പറഞ്ഞതുപോലുള്ള മോശമായ ജീവിത ചുറ്റുപാടുകളുമായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ നിങ്ങൾ സൂക്ഷിക്കുക. തുടർന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 15 വരെ
പൗലോസ് പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്ക് ശ്രമിക്കാം. എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കുവാനാണ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ, അതായത് യേശുവിൻ്റെ സ്വരം ശ്രവിക്കുമെങ്കിൽ എതിർപ്പിൻ്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയെന്ന്. അപ്പോൾ ജീവിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു നമ്മുടെ കൂടെ വചനത്തിലൂടെ ജീവിക്കുന്നത്. വചനത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ, അതിൽ വിശ്വാസമില്ലാതെ നമ്മളത് അകന്നു പോയാൽ അത് നമ്മുടെ ദുഷ്ടഹൃദയം കൊണ്ടാണെന്നാണ് സിയ നമ്മളെ പഠിപ്പിക്കുന്നത്. തുടർന്ന് പറയുവാണ്, ഇന്നെന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുകയും. എങ്ങനെ ഉപദേശിക്കേണ്ടത്? മറ്റുള്ളവരുടെ തുണയും അവരുടെ തുണയും അവരുടെ കണ്ട കാര്യം ഇവരുടെ കണ്ട കാര്യം പറഞ്ഞാൽ ഉപദേശിക്കേണ്ടത്. അവരെങ്ങനെ ടാർഗറ്റ് ചെയ്യണം, അവരെങ്ങനെ കെണിയിൽ വീഴ്ത്താം, അവർക്കെങ്ങനെ പാര വയ്ക്കുക, ഇതെല്ലാം ഉപദേശങ്ങൾ. ദൈവത്തിൻ്റെ വചനത്താലുള്ളതായ ഉപദേശങ്ങൾ. എങ്ങനെ രക്ഷയുടെ വഴിയിലേക്ക് നടക്കാം, എങ്ങനെ നിത്യരക്ഷയുടെ വഴിയിലേക്ക് സഞ്ചരിക്കാം, എങ്ങനെ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിൻ്റെ വഴിയെ സഞ്ചരിക്കാം എന്നതിനെക്കുറിച്ചായിരിക്കണം നമ്മളുടെ ഉപദേശങ്ങൾ. തുടർന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കുവാനാണ്. അപ്പോൾ പാപത്തിൻ്റെ വഞ്ചനയിൽ കഠിനഹൃദയരാകുന്നത് എന്തുകൊണ്ടാണ്? വചനമില്ലാത്തത് കൊണ്ടാണ്. വചനത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നതുകൊണ്ടാണ്. ഇതിനെ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാകുകയുള്ളൂ. ആദ്യ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവായ യേശുവിനെ തൻ്റെ ഹൃദയത്തിൽ രാജാവും രക്ഷകനും ദൈവവുമായിട്ട് സ്വീകരിക്കുമ്പോൾ, അവിടുത്തെ വചനങ്ങൾ അപ്പാടെ മനസ്സിലാക്കി സ്വീകരിക്കുമ്പോൾ, അതനുസരിച്ച് ജീവിക്കാമെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുമ്പോൾ എത്തരത്തിലായിരുന്നു നമ്മുടെ ഹൃദയം, അതേപോലെ ആയിരിക്കണമെന്നാണ് ശ്രീക പറയുന്നത്. അതേപോലെ നമ്മൾ മുറുകെ പിടിക്കണമെന്ന്, ക്രിസ്തുവിനെ അവനിലുള്ള വിശ്വാസം വഴിയായി നമ്മൾ മുറുകെ പിടിക്കണം. യേശു ക്രിസ്തുവിലുള്ള പരിപൂർണ വിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. അതായത് അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കും എന്നുള്ളതായ ദൃഢനിശ്ചയം, അതിലാണ് വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം ഇരിക്കുന്നത്. തുടർന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം എന്ന് പറയുന്ന വചനം ശ്രവിക്കുമ്പോൾ എതിർപ്പിൻ്റെ കാലത്തെന്നതുപോലെ, നമുക്ക് മുൻകാലങ്ങളിൽ ഒരു എതിർപ്പിൻ്റെ മനോഭാവം ഉണ്ടായിരുന്നു ക്രിസ്തുവിനെ അറിയാത്ത കാലത്ത്, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അതേപോലെ ഹൃദയകാഠിന്യമുള്ളവരായി തീരരുത് എന്നാണ് പറയുന്നത്. ഇന്ന് നമുക്ക് സങ്കീർത്തനം 119 98 മുതൽ 105 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കും. അങ്ങയുടെ കൽപ്പനകൾ എന്നെ ശത്രുക്കളേക്കാൾ ജ്ഞാനിയാക്കുന്നു. എന്തെന്നാൽ അവ എപ്പോഴും എന്നോടൊത്തുണ്ട്. എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയുംകാൾ എനിക്ക് അറിവുണ്ട്. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി ഞാൻ ധ്യാനിക്കുന്നു. വൃദ്ധരേക്കാൾ എനിക്ക് അറിവുണ്ട്. എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ പാലിക്കുന്നു. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. അവിടെ നിന്ന് എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിച്ചില്ല. അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. അങ്ങയുടെ പ്രമാണങ്ങളാൽ ഞാൻ അറിവ് നേടി, അതിനാൽ വ്യാജമാർഗങ്ങൾ ഞാൻ വെറുക്കുന്നു. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ശ്രദ്ധിച്ച് കേട്ടല്ലോ നമ്മൾ. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ എന്നെ ശത്രുക്കളേക്കാൾ ജ്ഞാനിയാക്കുന്നു. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്, സാത്താനാണ്. അവനേക്കാൾ ജ്ഞാനിയാക്കുന്നു. എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, സാത്താൻ ജ്ഞാനസമ്പന്നനെന്നാണ് എസെക്കിയേൽ പ്രവചനത്തിലൂടെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ കുതന്ത്രങ്ങളും അവൻ്റെ കപടതകളും മനസ്സിലാക്കാൻ പറ്റിയവണ്ണം ദൈവത്തിൻ്റെ വചനങ്ങളും കൽപ്പനകളും അനുസരിച്ചാൽ നമ്മൾക്ക് അവനേക്കാൾ, നമ്മുടെ ശത്രുവായ സാത്താനേക്കാൾ ജ്ഞാനിയായിരിക്കും നമ്മളെന്നാണ് ഈ പറഞ്ഞത്. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകൾ എപ്പോഴും എന്നോടൊത്തുണ്ട്.
എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും എനിക്ക് അറിവുണ്ട്. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി ഞാൻ ധ്യാനിക്കുന്നു. ദൈവകൽപ്പനകളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നത് കൊണ്ട് എനിക്ക് കർത്താവായ ദൈവം തരുന്ന എല്ലാ ഗുരുക്കന്മാരേക്കാൾ, ഈ ലോകത്തിൻ്റെ ഗുരുക്കന്മാരേക്കാൾ എനിക്ക് അറിവ് കിട്ടും. തുറന്ന് പറയാൻ വൃദ്ധനേക്കാൾ എനിക്ക് അറിവുണ്ട്. വൃദ്ധന്മാർ എന്ന് പറയുന്നത് അറിവിൻ്റെ ഉപജ്ഞാതാക്കൾ എന്നാണ് നമ്മൾ പറയുന്നത്. വൃദ്ധന്മാരെന്ന് പറയുമ്പോൾ അവരിൽ നിന്നാണ് അറിവ് കിട്ടുന്നതെന്നാണ് വയ്പ്. പക്ഷേ അവരെക്കാൾ കർത്താവിൻ്റെ വചനം നമ്മൾ അഭ്യസിച്ചു കഴിഞ്ഞാൽ നമുക്കായിരിക്കും കൂടുതൽ അറിവെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. കർത്താവിൻ്റെ വചനം പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇതിൽ സങ്കീർത്തനം പറയുന്നത്. സകല ദുർമാർഗങ്ങളിൽ നിന്ന് എൻ്റെ പാദങ്ങൾ ഞാൻ പിൻവലിക്കുന്നു. അപ്പോൾ നമ്മുടെ പാദങ്ങൾ തിന്മയുടെ വഴികളിൽ നിന്ന് പിൻവലിച്ചാൽ മാത്രമേ വചനം അഭ്യസിക്കാനും വചനമനുസരിച്ച് ജീവിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. തുടർന്ന് കേൾക്കാം നമുക്ക്. അവിടെ നിന്ന് എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിച്ചില്ല. അപ്പോൾ കർത്താവ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് നമുക്ക് വ്യതിചലിക്കേണ്ടി വന്നില്ല. തുടർന്ന് പറയുകയാണ്, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വചനം എന്ന് പറയുന്നത് നമ്മളത് ശ്രദ്ധയോടെ ആസ്വദിച്ചാൽ, അതിന് കൊടുക്കേണ്ട ആ വില നമ്മൾ കൊടുത്തുകൊണ്ട് അത് ആസ്വദിച്ചു കഴിഞ്ഞാൽ തേനിനേക്കാൾ മധുരമാണ് ദൈവത്തിൻ്റെ വചനം എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. തന്നെ പറയുന്നത്, അങ്ങയുടെ പ്രമാണങ്ങളാൽ ഞാൻ അറിവ് നേടി, അതിനാൽ വ്യാജമാർഗങ്ങൾ ഞാൻ വെറുക്കുന്നു. നമ്മളിൽ നുണയും വ്യാജവും അതുപോലുള്ള കൗശലങ്ങളും മറ്റുള്ളവരെ ചതിക്കുന്ന പ്രയോഗങ്ങളെല്ലാം നമ്മളിലുള്ളത് കർത്താവിൻ്റെ വചനം നമ്മൾ അഭ്യസിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, അങ്ങയുടെ പ്രമാണങ്ങളാൽ ഞാൻ അറിവ് നേടിയത് കൊണ്ട് വ്യാജമാർഗങ്ങൾ ഞാൻ വെറുക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് പഠിച്ചാൽ ഒരു വ്യാജനവും നമ്മുടെ ഉള്ളിൽ പോവില്ല. വ്യാജനൊക്കെ നമ്മളിൽ നിന്ന് പുറത്തു പോകും. നമ്മുടെ ദൈവത്തിൻ്റെ വചനവും കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കാത്തത് കൊണ്ടാണ് ഈ വ്യാജന്മാരുടെ സ്വഭാവം നമ്മൾ കാണിക്കുന്നത്. തിന്മ കാണിക്കുന്നു, മോഷണം, കപടത, വഞ്ചന, അതുപോലുള്ള ഈ വഞ്ചനയായിട്ട് ബന്ധപ്പെട്ട, അതായത് കൗശലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമുക്കുണ്ടാകുന്നത് ദൈവവചനം പഠിക്കാത്തത് കൊണ്ട് തന്നെയാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വ്യാജമാർഗങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. മോഷ്ടിക്കുന്ന അവസ്ഥ, പിന്നെ കള്ളസാക്ഷ്യം പറയുന്ന അവസ്ഥ, എല്ലാത്തിലും കപടത കാണിക്കുന്ന അവസ്ഥ, സമയം തെറ്റിക്കുന്ന അവസ്ഥ, മറ്റുള്ളവരുടെ പൈസ അവരറിയാതെ ചൂഷണം ചെയ്തെടുക്കുന്ന അവസ്ഥ, മറ്റുള്ളവരുടെ സമയം അവരറിയാതെ ചൂഷണം ചെയ്തെടുക്കുന്ന അവസ്ഥ, മറ്റുള്ളവരുടെ പല വിധത്തിലുള്ള നന്മകളും നമ്മളിലേക്ക് ആവാഹിക്കുന്ന സൂത്രപ്പണികൾ, കൗശലങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്നത് വചനം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. വചനം അറിയുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിലുള്ളതായ ഒരു കൗശലങ്ങളും അവനിൽ നിന്ന് പുറപ്പെടില്ല. തുടർന്ന് പറയുവാണ്, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മുടെ പാദത്തിന് വിളക്കായിരിക്കണം, നമ്മുടെ കാലുകൾക്ക് വിളക്കായിരിക്കണം. നമ്മുടെ പാത, നമ്മൾ നടക്കുന്ന പാതകൾ അതിൽ പ്രകാശവുമായിരിക്കണം. ആണെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നത്. ആണോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ട് നമ്മൾ ഇനി ആയിരിക്കണം എന്നുള്ള തീർപ്പിലേക്ക് കടന്നു വരണം. തുടർന്ന് നമുക്ക് സഭാപ്രാസംഗികയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം വചനം നമുക്ക് വായിക്കാം. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. നമ്മളിപ്പോൾ യുവാക്കൾ മാത്രമല്ല ശ്രദ്ധിക്കുന്ന, അല്ലാത്തവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ യുവാക്കളോടാണ് പ്രത്യേകം പറയുന്നത്. എന്താണ്? ഒന്നിലും സന്തോഷം തോന്നാത്തൊരു കാലം വരും യൗവനം കഴിയുമ്പോൾ. നമുക്ക് യൗവനമൊക്കെ കഴിഞ്ഞ് 40-45 വയസ്സൊക്കെ കഴിയുമ്പോൾ, നമ്മൾ പെൻഷൻ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊന്നിലും സന്തോഷം തോന്നില്ല. എന്തെല്ലാം കാര്യങ്ങളാണ്, സിനിമ കണ്ടാലും മറ്റ് പരിപാടികൾ കണ്ടാലും തമാശകൾ കേട്ടാലും ഒന്നിലൊരു സന്തോഷം തോന്നില്ല. എന്തെല്ലാം മദ്യം കഴിച്ചാലും ഈ ലോകത്തിലുള്ളതായ എല്ലാവിധ സുഖാനുഭവങ്ങൾ അനുഭവിച്ചാലും നമുക്കൊരു സന്തോഷം തോന്നില്ല. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നത് എന്താണ്? ഈ ഒരവസ്ഥ ഉണ്ടാകുന്നതിന് മുൻപേ, ആ ഒരു കാലം, ദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനകാലമുണ്ട്. നമുക്ക് യുവാവായിരിക്കുന്ന കാലം ഏതാണ്ട് 16 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് യൗവനകാലം.
അവിടെ 10, 18, 19 വയസ്സ് വർഷക്കാലം, ഇതൊരു മനുഷ്യൻ 20 വർഷം എന്ന് തന്നെ മനസ്സിലാക്കാമോ? ആ കാലയളവിൽ 20 വർഷത്തോളം നമ്മൾ യുവാക്കളാണ്. ഈ കാലയളവിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനെ സ്മരിക്കുക, ദൈവത്തെ ഓർക്കണം. നമ്മൾ യൗവനകാലത്ത് ദൈവത്തെ ഓർത്തു കഴിഞ്ഞാൽ, ദൈവത്തെ ഓർക്കുക മാത്രമല്ല, അവൻ്റെ വചനങ്ങൾ അഭ്യസിക്കണം, അവൻ്റെ കൽപ്പനകൾ പാലിക്കണം, അവൻ്റെ പ്രമാണങ്ങളിൽ ആനന്ദിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് കർത്താവായ യേശുവിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്ക 3-ാം അധ്യായം 23-ാം വചനം ഇങ്ങനെ പറയുന്നു: പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. യൗവനത്തിൻ്റെ മധ്യത്തിലാണ് ഈ പറയുന്നത്. യൗവനയുക്തനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറഞ്ഞത്. ലൂക്കാ സുവിശേഷം 3:23. പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അപ്പോൾ അതിനു മുമ്പുള്ള കാര്യം ലൂക്കാ സുവിശേഷത്തിൽ 2-ാം അധ്യായം 49, 51, 52 വചനങ്ങളും പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പ് പിതാവും കൂടി യേശുവിനെ അന്വേഷിച്ച് ജെറുസലേം ദേവാലയത്തിൽ 12 വയസ്സായപ്പോൾ ചെന്നപ്പോഴുള്ളൊരു സംഭവമാണ് ഇവിടെ നമ്മൾ ആദ്യം വായിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? യേശു ചോദിക്കുക. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? തുടർന്ന് 51, 52 വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 51, 52. പിന്നെ യേശു അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. യേശുവിൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. യേശു ചോദിക്കുന്നത് ലൂക്കാ 2-ാം അധ്യായം 49-ാം വചനം: നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? 12 വയസ്സുള്ള യേശു ചോദിക്കുക, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ എപ്പോഴും വ്യാപൃതനായിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്ന കാര്യം അതുതന്നെയാണ് എന്ന് പരിശുദ്ധ അമ്മയ്ക്കറിയാം. വിശുദ്ധ ഔസേപ്പ് പിതാവിനും അതറിയാൻ പറ്റും. കാരണം പരിശുദ്ധ അമ്മ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ വെളിപാടുകളിലൂടെ അമ്മ വിശുദ്ധ ഔസേപ്പ് പിതാവിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഔസേപ്പ് പിതാവിന് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നിട്ടും യേശുക്രിസ്തു എടുത്ത് ചോദിക്കുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി എടുത്ത് ചോദിക്കുവാണ്. 12 വയസ്സുള്ള കുട്ടി, അതായത് കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന സമയം, 12 വയസ്സ് മുതൽ 16 വയസ്സ് വരെ കൗമാരപ്രായം. ഈ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് അവിടെ പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ, അതായത് ദൈവപിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയാണ്. അവിടെ ഇപ്പോഴത്തെ 12 വയസ്സ് മുതൽ 16 വയസ്സുള്ള കുട്ടികൾ പിതാവായ ദൈവത്തിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ 1000-ൽ 1-2 കുട്ടികളുണ്ടാവും ദൈവവചനം പഠിക്കണമെന്നും ദൈവവചനമനുസരിച്ച് ജീവിക്കണമെന്നൊക്കെ താല്പര്യമുള്ള കുട്ടികളുണ്ട്. എനിക്കറിയാവുന്ന 1-2 കുട്ടികളുണ്ട്. എനിക്കറിയാവുന്ന അതുപോലെ പല കുട്ടികളും പലയിടത്തും ഉണ്ടാവും. താല്പര്യമുള്ള കുട്ടികൾ അതനുസരിച്ച് ജീവിക്കുന്നത്, ചോദിച്ച് പഠിക്കുന്നവരുണ്ട്, ദൈവവചനത്തെക്കുറിച്ച് ചോദിച്ച് അന്വേഷിച്ച് പഠിക്കുന്നവരുണ്ട്, അവിടെ താല്പര്യമുള്ളവരുണ്ട്, അതനുസരിച്ച് ജീവിതം നയിക്കുന്ന കുട്ടികളുണ്ട്, എനിക്കറിയാം. പക്ഷേ അവരെല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോൾ അവരുടെ മാതാപിതാക്കന്മാരിലൂടെയും ഗുരുക്കന്മാരിലൂടെയും എല്ലാം അവർ ദൈവവചനം അഭ്യസിച്ചവരാണ്. അവരോട് താല്പര്യം കാണിച്ചത് കൂടെ ചോദിച്ച് ഉപദേശങ്ങൾ കേട്ട് പഠിച്ച് അത്തരത്തിലായവരാണ്. അപ്പോൾ അവർ യേശുവിൻ്റെ ഈ പ്രായത്തിൽ 12 വയസ്സ് പോലുള്ളതായ പ്രായത്തിൽ എത്തരത്തിലുള്ളൊരു വ്യക്തിയായിരുന്നു യേശു എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യേശു അവിടെ പറഞ്ഞാൽ, എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ എന്ന് അമ്മയോടും അപ്പനോടും ചോദിക്കുവാണ് യേശു. തുടർന്ന് പിന്നെ യേശു അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. യേശുവിൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. യേശു ജീവിച്ച, അതായത് 12 വയസ്സിന് ശേഷം 30 വയസ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. പരസ്യ ജീവിതം ആരംഭിച്ചത് 30 വയസ്സാണ്. അപ്പോൾ ഏതാണ്ട് 18 വർഷക്കാലം യേശു ക്രിസ്തു എങ്ങനെ ജീവിച്ചു എന്ന് ഇവിടെ പറയുന്നുണ്ട്. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അതിനെക്കുറിച്ച് സുഭാഷിത പുസ്തകം 3-ാം അധ്യായം 1, 4, 5 വചനങ്ങൾ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ, അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്.
അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടണം. എങ്ങനെയായിരിക്കണം നേടേണ്ടത്? ജ്ഞാനത്തിലും പ്രായത്തിലും. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുമ്പോഴാണ്. ജ്ഞാനത്തിലും പ്രായത്തിലും ആയിരിക്കണം നമ്മുടെ ജീവിതം. ജ്ഞാനത്തിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ദൈവവചനം അനുസരിച്ചുള്ള ജീവിതത്തിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ദൈവവചനത്തിലുള്ളത് മുഴുവൻ ജ്ഞാനമാണ്. ദൈവികമായ ജ്ഞാനങ്ങളാണ് ദൈവവചനത്തിലുള്ളത്. അപ്പോൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ജ്ഞാനം ഉണ്ടാവും. അവർക്ക് ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടാവും, മനുഷ്യരുടെ ദൃഷ്ടിയിൽ സൽകീർത്തി ഉണ്ടാവും. പിന്നെന്താ പറഞ്ഞത്? മനുഷ്യരുടെ പ്രീതിയിൽ വളരുക. അതെങ്ങനെയാണ്? പ്രായത്തിനനുസരിച്ചുള്ളതായ പക്വതയും മാതൃകയും കാണിച്ചാൽ മാത്രമേ മനുഷ്യരുടെ മുമ്പിൽ പ്രീതിയിൽ വളർന്നു വരാൻ പറ്റുള്ളൂ. അത് യേശുവിനുണ്ടായിരുന്നു. ഈ സ്വഭാവം യുവാക്കളെ നമ്മൾ കാണിക്കാൻ ശ്രമിക്കണം. തുടർന്ന് നമുക്ക് പ്രഭാഷകൻ്റെ പുസ്തകം 7-ാം അധ്യായം 27-28 വചനങ്ങൾ ശ്രദ്ധിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്ത് പെറ്റ അമ്മയെ മറക്കരുത്. പലപ്പോഴും പല യുവാക്കൾക്കും പറ്റുന്ന തെറ്റിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക, നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. നമ്മൾ പലപ്പോഴും പകുതി ഹൃദയത്തോടു കൂടിയാണ് പിതാവിനെ ബഹുമാനിക്കുന്നത്. ഓ, ഇയാളെൻ്റെ അപ്പനായി പോയല്ല, അതുകൊണ്ടൊന്ന് ബഹുമാനിച്ചാൽ. അങ്ങനെ ബഹുമാനിക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ ബഹുമാനിക്കുമ്പോഴാണ് ദൈവം സംപ്രീതനാകുന്നത്. കാരണം പിതാവ് ഇതിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്, മാതാവിലൂടെ പ്രവർത്തിക്കുന്നതും ദൈവമാണ്. ദൈവത്തിന് എല്ലാ സ്ഥലത്തും പോയിരിക്കാൻ സാധിക്കില്ല. അതിന് ദൈവത്തിൻ്റെ അധികാരം കൊടുത്ത് മാതാവിനെയും പിതാവിനെയും അവിടെ നിന്ന് അയച്ചിരിക്കുകയാണ്. ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകനെ വളർത്തി, ദൈവം ഉദ്ദേശിക്കുന്ന വിധത്തിൽ വളർത്തി പരിപാലിച്ച്, ദൈവം ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അവർക്കൊരു തൊഴിൽ, അവർക്കൊരു ജീവിതമാർഗം, അവർക്കൊരു അന്തസ്സ്, ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് മാതാപിതാക്കന്മാരെ ദൈവം നിർദ്ദേശിച്ചയക്കുന്നത്. ആ മാതാപിതാക്കന്മാരെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ബഹുമാനിക്കണമെന്നാണ് പ്രഭാഷകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത്. നൊന്ത് പെറ്റ അമ്മയെ മറക്കരുത്. നമ്മൾ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 മിനിറ്റും 9 സെക്കൻഡും ഉദരത്തിൽ പേറി കഷ്ടപ്പെട്ട് വളരെയേറെ വിഷമിച്ചാണ്, വളരെ വേദനകൾ സഹിച്ചു, ബുദ്ധിമുട്ട് അനുഭവിച്ചു നമ്മൾ ഈ ലോകത്തിലേക്ക് പ്രസവിച്ച് എന്ന് തന്നെ വിചാരിക്കും. പ്രസവിച്ച് കഴിഞ്ഞാലും അവരെത്രയോ കാലം നമുക്ക് വേണ്ടി കഷ്ടപ്പെടണം. നമ്മുടെ ഓരോ അവയവങ്ങളും വളരുന്നതിൽ അവർ സന്തോഷിച്ച് ഉല്ലസിച്ച് അതിനു വേണ്ടതായ എല്ലാവിധ സഹായങ്ങളും, അതിനുവേണ്ട ആരോഗ്യത്തിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ എല്ലാ കാര്യങ്ങളും, കുളിപ്പിക്കൽ, നമ്മുടെ വസ്ത്രധാരണം ചെയ്യിപ്പിക്കൽ, നമ്മൾ അണിയിച്ചൊരുക്കൽ, ഇതെല്ലാം ആ മാതാവ് എത്ര കൃത്യതയോടെയാണ് ചെയ്യുന്നത്. ഭൂരിഭാഗം മാതാക്കളും ആരുടെയും സഹായമില്ലാതെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരെ നമ്മൾ മറക്കരുതെന്നാണ് പറയുന്നത്. അവരുടെ ആ കഷ്ടതയ്ക്കും ദുരിതത്തിനും പകരം ചെയ്യാൻ നമ്മളെ കൊണ്ടാകുമോ പ്രഭാഷകൻ നമ്മളോട് ചോദിക്കുന്നത്. അവർക്ക് അതിന് പ്രതിഫലമായിട്ട് ഇത് ചെയ്താൽ മതിയാകുമോ എന്നാണ് ചോദിക്കുന്നത്. തുടർന്ന് സങ്കീർത്തനം 39:11 പാപനിമിത്തം മനുഷ്യനെ ദൈവം ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെല്ലാം കർത്താവ് കീടത്തെ പോലെ നശിപ്പിക്കും, മനുഷ്യനൊരു നിശ്വാസം മാത്രം. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മുൻ പറഞ്ഞതായ കാര്യങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ ചെയ്താൽ നമ്മൾ പാപത്തിലാണ്. ഈ പാപം നിമിത്തം നമ്മൾ ദൈവം ശിക്ഷിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഈ ലോകത്തിലുള്ളതായ കാര്യങ്ങളെ സ്നേഹിക്കുകയും അതിനോട് താല്പര്യം കാണിക്കുകയും പ്രിയം കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവം പറഞ്ഞതായ കൽപ്പനകളും വചനങ്ങളെല്ലാം അരോചകമായിട്ട് തോന്നണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ഇവിടെ പറഞ്ഞേക്കണം, നിനക്ക് പ്രിയങ്കരമായിട്ടുള്ളതിനെല്ലാം, നിനക്ക് ഇഷ്ടപ്പെട്ടതിനെല്ലാം കർത്താവ് കീടത്തെ പോലെ നശിപ്പിച്ച് കളയും. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു നിശ്വാസം മാത്രമുള്ളെന്ന് സങ്കീർത്തനം പറയുക. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ഉം 20-ഉം വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണ്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നാണ് ചെയ്യാൻ ചോദിക്കുന്നത്. പിന്നെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നമ്മളാരും നമ്മുടെ സ്വന്തമല്ല. ക്രിസ്തുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ വചനത്തിൽ ജീവിച്ച്
അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തികളും, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തികളും, ആരുമായിക്കൊള്ളട്ടെ, ഏത് ജാതിയിലുള്ളവനായിക്കൊള്ളട്ടെ, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും അവിടുത്തെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്നുള്ള ഒരു മനോഭാവത്തിൽ ദൈവം നമ്മുടെ ശരീരത്തിൽ മഹത്വപ്പെടണമെന്നാണ് സ്ത്രീയെ പഠിപ്പിക്കുന്നത്. അതേ ലേഖനത്തിൽ തന്നെ 1 കൊരിന്ത്യർ 7-ാം അധ്യായം 23-24 വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. അതുകൊണ്ട് സഹോദരരെ, ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുക. ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചാൽ, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് വീണ്ടും ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ തിരുരക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് തുടർന്നുള്ള വചനത്തിൽ പഠിക്കുന്നുണ്ട് നമ്മൾ. നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകാനുള്ളവരല്ല. അവിടെ നിന്നൊരു വലിയൊരു നിരതദ്രവ്യമായ യേശുക്രിസ്തുവിനെ ദൈവം നൽകി നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി. പാപത്തിൻ്റെ കെണിയിൽ നിന്നും, പിശാചിൻ്റെ കെണിയിൽ നിന്നും, പിശാചിൻ്റെ റാക്കറ്റിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രനെ തന്നെ നിരതദ്രവ്യമായിട്ട് ദൈവം കൊടുത്തു. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തമല്ല, നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്, ക്രിസ്തുവിൻ്റെതാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. തന്നെ പറയുവാണ്, നമ്മൾ ആരുടെയും അടിമകളായി തീരരുത്. അപ്പോൾ വിലയ്ക്ക് വാങ്ങപ്പെട്ട ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട് ക്രിസ്തുവിനെ സ്വന്തമായി തീരുന്നതായ നമ്മൾ ഈ ലോകത്തിലുള്ളവരുടെ അടിമകളായി തീരരുതെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരരെ, ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുക. നമ്മൾ ഏതവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിലേക്ക് ഐക്യപ്പെട്ടു വന്നവരാണോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിൽക്കുക. അപ്പോൾ നമ്മൾ കർത്താവിലേക്ക് ഐക്യപ്പെട്ട സമയത്ത് എന്തുമാത്രം വിശ്വാസം നമ്മളിലുണ്ടായിരുന്നുവോ അത്തരത്തിലുള്ള വിശ്വാസ പൂർണ്ണതയിൽ നിലനിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന് സ്ത്രീ നമ്മളോട് ആവശ്യപ്പെടണം. തുടർന്ന് അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 28-ാം വചനം നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. ഓരോ യുവാവും യുവതിയും എന്താണ്, ഏതവസ്ഥയിലുള്ളവരാണ്? കർത്താവിൻ്റെ സ്വന്തം രക്തത്താൽ നേടിയെടുത്തതായ ദൈവത്തിൻ്റെ സഭയെ, നമ്മൾ ഓരോരുത്തരെയും പരസ്പരം ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ്, ഇടയന്മാരാണ്. അപ്പോൾ കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിക്കുന്ന എല്ലാവരെയും പരസ്പരം യോജിപ്പിച്ച് അവിടുത്തെ സഭയാകുന്ന സത്യസഭയാകുന്ന തിരുസഭയിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ക്രിസ്തുവിൻ്റെ ആടുകളാക്കി കൊണ്ടുവരേണ്ടതായ ക്രിസ്തുവിൻ്റെ ഇടയന്മാരായിട്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതാണ് ഇവിടെ പറഞ്ഞത്. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകർ. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിന് വേണ്ടി നമ്മളിവിടെ നിയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞവരും ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരുമായ നമ്മൾ ക്രിസ്തുവിലുള്ള വ്യക്തികളെയെല്ലാം അവിടത്തോട് അടുപ്പിച്ച്, ദൈവത്തോട് അടുപ്പിച്ച്, ദൈവത്തെ അവരിലേക്കും അടുപ്പിച്ച് കൊണ്ടുപോകേണ്ടവരാണെന്നാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ വിശുദ്ധ പൗലോസ് നമ്മൾ പഠിപ്പിക്കുന്നത്. പത്രോസിയുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്ര. അപ്പോൾ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്നും പൂർവികരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളതായ മോശമായ ഒരു ജീവിത രീതിയുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത ക്രിസ്തുവാകുന്ന കുഞ്ഞാടിൻ്റെ അമൂല്യ രക്തം കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെതായ മഹത്വം നമ്മൾ കാണിക്കണം. അത് നമ്മൾ തിരസ്കരിക്കരുത്. ആ രക്തത്തിന് ദൈവം പകരമായിട്ട് നമ്മൾ വീണ്ടെടുത്തതാണ്. രക്തമാണ് നമുക്ക് വേണ്ടി വിലയായിട്ട് കർത്താവ് കൊടുത്തത്. അതിന് പകരക്കാരാണ് നമ്മൾ എന്നുള്ള ഓർമ്മ ഓരോ യുവാവിനും യുവതിക്കും ഉണ്ടാകണം. അപ്പോൾ നമ്മൾ പിശാച് കാണിച്ചു തരുന്ന തെറ്റായ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ രക്തത്തെ നമ്മൾ കളങ്കപ്പെടുത്തുക ചെയ്യണം.
ആ രക്തത്തിന് വിലയില്ലാതാക്കുവാണ്. ക്രിസ്തുവിനെ അപമാനിക്കുക നമ്മൾ ചെയ്യണത്, ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുകയാണ് നമ്മൾ ചെയ്യണത്. സുഭാഷിതം 1 അധ്യായം 10 മുതൽ 11 വരെ നമുക്ക് ശ്രദ്ധിക്കാം. തുടർന്ന് 18, 19 ശ്രദ്ധിക്കാം. മകനെ പാപികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത്. അവർ പറഞ്ഞേക്കാം, വരിക, പതിയിരുന്ന് കൊല ചെയ്യാം, നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം. അവർ പറയുന്നത് അതാണ്. മകനെ പാപികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത്. അവർ പറഞ്ഞേക്കാം, എന്ത്, വരിക, പതിയിരുന്ന് കൊല ചെയ്യാം, നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം. അപ്പോൾ ഇന്ന് നടക്കുന്നത് യുവാക്കൾ പലരും ഇത്തരത്തിലുള്ളതായൊരു ഫോർമാലിറ്റിയിലോട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവർക്കതൊരു ഫോർമാലിറ്റി ആയിട്ട് മാറിയേക്കണം. അതൊരു ദുരിതമാണെന്നല്ല അവരുടെ കൺസെപ്റ്റ്. ഫോർമാലിറ്റി ഇന്ന് അത്തരത്തിലുള്ളതായ ഒന്നുമില്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു ഇതാണെന്ന് യുവാക്കൾക്ക് ഒരു പോരായ്മയായിട്ട് കരുതുന്നൊരു കാലഘട്ടം. ഇത്തിരി പുകവലിക്കുക, ഇത്തിരി കഞ്ചാവ് വലിക്കുക, ഇത്തിരി ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുക, ഒരു മോശം സിനിമകൾ കാണുക, ബ്ലൂ ഫിലിമുകൾ കാണുക, മറ്റതേപോലുള്ളതായ ചെറുപ്പക്കാരുടെ ഇടയിലുള്ളതായ എല്ലാവിധ തിന്മയുടെ വ്യാപാരങ്ങളും അതൊരു ഫാഷനായിട്ടും ഫോർമാലിറ്റി ആയിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് പിന്നെ പറയുന്നത് ശ്രദ്ധിക്കാമോ, ഇവർ പതിയിരിക്കുന്നത്, ഈ ദുഷ്ടന്മാർ നമ്മളെ വലയിലേക്ക് വീഴ്ത്തും, യുവാക്കളായ മക്കളെ തിന്മയിലേക്ക് വീഴ്ത്തും. അപ്പോൾ ഈ ദുഷ്ടന്മാരെ കുറിച്ച് പിന്നെ പറയണം, ഇവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിന് വേണ്ടിയാണ്, സ്വന്തം ജീവന് തന്നെ അവർ കെണിവെക്കും. അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെ എല്ലാം ഗതി ഇതാണ്, അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കുന്നു. അപ്പോൾ ഈ ദുഷ്ടന്മാർ അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം. പക്ഷേ അവരുടെ തന്നെ ജീവൻ അവർ കെണിവെക്കുന്നു, അത് അപഹരിക്കുകയും ചെയ്യുന്നു. അതവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അവരോടൊപ്പം ആരെല്ലാം കൂടുന്നു അവർക്കും എല്ലാം ഈ ഗതിയായിരിക്കും എന്നാണ് സുഭാഷിത പുസ്തകത്തിൽ പറയുന്നത്. തുടർന്ന് സുഭാഷിതം 10:22, കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് സമ്പത്ത് നൽകുന്നു. നമ്മളെ കർത്താവ് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളെ സമ്പത്തിന് വേണ്ടിയിട്ടും മറ്റ് ഒരുപാട് ആർഭാടതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുരുത്തക്കെട്ട സ്വഭാവങ്ങളെല്ലാം നമ്മൾ കാണിക്കുന്നത്, മോശം സ്വഭാവങ്ങൾ കാണിക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് സമ്പത്ത് നൽകും. പിന്നെന്താ പറയുന്നത്, കർത്താവ് അതിൽ ദുഃഖം കലർത്തുന്നില്ല. കർത്താവ് തരുന്ന സമ്പത്തിൽ ദുഃഖം കലർത്തില്ല കർത്താവ്. തുടർന്ന് പറയുന്ന പ്രഭാഷകൻ 11:21, ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. നമ്മളെത്ര ദാരിദ്ര്യമുള്ളവനാണെങ്കിലും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത് ജീവിച്ചാൽ, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ, കർത്താവിൻ്റെ പ്രമാണങ്ങൾ കാത്തു പാലിച്ചാൽ, നമ്മളെത്ര ദരിദ്രരാണെങ്കിലും കർത്താവിന് ഒരു നിമിഷം മതി നമ്മളെ സമ്പന്നനാക്കാൻ. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വഴിക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നു. സമ്പന്നനാവുമല്ല എന്ന് പറഞ്ഞല്ലേ പറയണ്ടോ, അതിനു വേണ്ടിയിട്ട് പല കുലിസിത ബുദ്ധികളും നമ്മൾ കാണിക്കേണ്ടവർ, വചനം വിറ്റ് നടക്കേണ്ടവർ, യുവദാസ് ചെയ്തതുപോലെ വചനം വിൽക്കേണ്ടതായിട്ടുള്ള ഗതികേട് നമുക്ക് വരും. വചനമാകുന്ന യേശുവിനെ അവർ വിറ്റ് യുവദാസ് ചെയ്തതാണ്. അവൻ്റെ സ്ഥിതി എന്തായി? അവൻ സ്വയം നശിക്കേണ്ടവൻ, അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്നാണ് കർത്താവായ യേശു പറയുന്നത്. അത്തരത്തിൽ നമ്മൾ അധപ്പതിക്കരുത്. തുടർന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. പ്രഭാഷകൻ 10:5, മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. മനുഷ്യൻ്റെ എല്ലാ വിധത്തിലുള്ള ആത്മീയവും ലൗകികവും സാമ്പത്തികവും ആരോഗ്യപരമായ എല്ലാ വിജയവും കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എനിക്ക് ഇന്നത് ആവശ്യമാണ്, എനിക്ക് തരണം, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഞാനത് വിനിയോഗിക്കാം എന്നുള്ള പ്രതിജ്ഞയോടുകൂടിയായിരിക്കണം എല്ലാം ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൂട്ടായ്മയും നമുക്ക് കിട്ടും. തുടർന്ന് സഭാപ്രാസംഗികയുടെ പുസ്തകം 11 അധ്യായം 9 വരെ നമുക്ക് ശ്രദ്ധിക്കാം. യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക, യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചൊല്ലുക. എന്നാൽ നീ ഓർമ്മിച്ചുകൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും. ശ്രദ്ധിച്ചു കേട്ട, യുവാവിനോട് സഭാപ്രാസംഗം പറയും, യുവാവെ, യുവത്വത്തിൽ നീ സന്തോഷിച്ചോ, യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചൊല്ലോ, പക്ഷേ നീ ഓർമ്മിച്ചുകൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്ക് വിളിക്കുക. അപ്പോൾ കണ്ണിൻ്റെ അഭിലാഷങ്ങളും പ്രേരണകളും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. 1 യോഹന്നാൻ 2 അധ്യായം 16 വചനം നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ്റെ 1 ലേഖനം 2 അധ്യായം 16 വചനം, ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇത്തരത്തിലുള്ള 3 മേഖലകൾ ഈ പ്രേരണകളിൽ പെടും. യുവാക്കൾക്കുണ്ടാകുന്നതായ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞത്. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഇത് 3 വന്നു കഴിഞ്ഞാൽ നമ്മളല്ലാതെയായിട്ട് മാറും. ദൈവം ഉദ്ദേശിക്കുന്ന ഒരു വിധത്തിലുള്ളതായ ഒരു വ്യക്തിത്വം നമുക്ക് നഷ്ടപ്പെടും. ദൈവത്തിൻ്റെ കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. അതാണ് ഇവിടെ പറഞ്ഞത്, ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പെഞ്ചെന്നോ, പക്ഷേ നീ ഓർമ്മിച്ചുകൊള്ളുക,
ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ന്യായവിധിയിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ന്യായവിധിയിൽ നമ്മൾ കർത്താവിന് മുമ്പിൽ തലകുമ്പിട്ട് നിൽക്കേണ്ട ഗതികേടുണ്ടാകരുത്. ജഡത്തിൻ്റെയും കണ്ണുകളുടെയും ദുരാശയ്ക്ക് പിന്നാലെ പോകാതെ, ജീവിതത്തിൻ്റെ അഹന്തയുടെ പിന്നാലെ പോകാതെ നമ്മൾ നേർവഴിക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കണം. മത്തായി സുവിശേഷം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. 12:36-37 വചനങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും. നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞതായ കാര്യങ്ങളിൽ മുൻകേട്ട ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഈ 3 മേഖലകളിലും നമ്മൾ പല വിധത്തിലുള്ള വാക്കുകളാൽ ഒരുപാട് പാപം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. യേശു പറയണം, മത്തായി 12:36-37, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതാണ് ന്യായവിധി എന്ന് നേരത്തെ നമ്മൾ കേട്ടത് സഭാപ്രാസംഗികയുടെ പുസ്തകത്തിൽ. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അപ്പം നമ്മൾ പറയുന്നതായ തിന്മ നിറഞ്ഞ വാക്കുകൾക്കെല്ലാം കർത്താവിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കാരണം വാക്കുകളാലാണ് നാം നീതീകരിക്കപ്പെടുന്നത്, അന്ത്യവിധിയാകുന്നത് വചനത്താലാണ്. അപ്പോൾ ആ വാക്കിനെതിരായിട്ട്, ആ വചനത്തിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീതീകരണം എത്രത്തോളം ശരിയാകുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. തുടർന്ന് പറയുവാണെങ്കിൽ നിൻ്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും. നമ്മൾ പറഞ്ഞിട്ടുള്ളതായ വചനത്തിനെതിരായിട്ടുള്ള വാക്കുകളാൽ ദൈവം നമ്മളെ കുറ്റം വിധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണം. സങ്കീർത്തനം 143:2 നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവെ, ഈ ദാസരെ ന്യായവിസ്താരത്തിന് വിധേയരാക്കരുത്, എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുമ്പിൽ നീതിമാനല്ല. ഈ പ്രാർത്ഥന എപ്പോഴും നമുക്കുണ്ടാകണം. സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവെ, ഈ ദാസരെ ന്യായവിസ്താരത്തിന് വിധേയരാക്കരുത്, എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുമ്പിൽ നീതിമാനല്ല. ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ ഈ 1ാം ഭാഗം നിർത്തുകയാണ്. തുടർന്നുള്ള 2 ഭാഗങ്ങൾ കൂടിയുണ്ട് നിങ്ങൾക്ക് വേണ്ടി എടുക്കാനായിട്ട്. കർത്താവ് അനുവദിക്കുമെങ്കിൽ അതെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ കേട്ട വചനമനുസരിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ വചനമനുസരിച്ച് സ്ഫുടം ചെയ്യുവാനും അതനുസരിച്ചുള്ള ജീവിതം, വചനമനുസരിച്ചുള്ള ജീവിതം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അവിടുന്ന് ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പൂർവികർ വഴിയും മാതാപിതാക്കന്മാർ വഴിയും ഞങ്ങൾ വഴിയും വന്നുപോയ എല്ലാ തെറ്റുകളും കടങ്ങളും അവിടുന്ന് അടച്ചു തരണമേ. അങ്ങയുടെ സ്വന്തമായി ഞങ്ങളെ സ്വീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവരാൽ ഞങ്ങൾ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമേ. എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും സാത്താൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാൻ ദൈവമായ കർത്താവെ ഞങ്ങളൊന്ന് രക്ഷിക്കണമേ. നിത്യരക്ഷയുടെ വഴിയെ സഞ്ചരിക്കുവാനും പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടത്തോട് ഒന്നായി ചേരുവാൻ അവിടുത്തെ പുത്രനായ യേശുവിനെ ഞങ്ങൾക്ക് നൽകിയതിന് എപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.